ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും നബിദിനത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്, കാരണം ഫുള്ള് വഴുക്കാണേ. അപ്പോൾ മേലെ എത്തിക്കഴിഞ്ഞപാട് തന്നെ എൻ്റെ ആങ്ങളേൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ ഓന് വന്നിട്ടുണ്ടായിരുന്നു. അനൂക്ക ഓട്ടം പോയതുകൊണ്ട് തന്നെ ഓന് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓനും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അനിയത്തിൻ്റെ കുട്ടീൻ്റെയും മുടിയൊക്കെ വെട്ടാനും ഓനിക്ക് ചെരുപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോഴും ഞാനും ഓനും കൂടെ ഞങ്ങൾ 3 പേരും വല്ലപ്പോഴും കേട്ടോ ഇതേപോലെ പുറത്തിറങ്ങുന്നത്. വല്ലപ്പോഴും എന്നല്ല, ഇങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാൻ ഞങ്ങൾ സാധാരണ പോക്കില്ല. ഇപ്പം എല്ലാം മാറി. ഇപ്പം ഞങ്ങൾ 3 ആളും എല്ലാവരുടെയും പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇറങ്ങി. ആദ്യം തന്നെ ആങ്ങളേൻ്റെ ഷൂ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇല്ലെങ്കിൽ അത് ഞങ്ങളെ തലയിലാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഷൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അച്ചൂനുള്ള ഡ്രസ്സ് എടുക്കാനാണ് പോയത്. നമ്മൾ ഇവിടുന്ന് കുറച്ച് മാറി, ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഷോപ്പുണ്ട്, ചൈൽഡിഷ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ അച്ചൂന് എപ്പോഴും ഡ്രസ്സ് എടുക്കാറ് കേട്ടോ. അനൊക്കെ ഇല്ലെങ്കിൽ മാത്രം, ഞാൻ മാത്രം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് ഞാൻ ടൗണിൽ നിന്ന് എടുക്കാറ്. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ പോയിട്ട് തന്നെ കേട്ടോ എടുക്കൽ. വേഗം കിട്ടലുണ്ട് ഇവിടെ പോയാൽ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഡ്രസ്സുമാണ്. അങ്ങനെ അച്ഛനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി ഞങ്ങൾ ടൗണിലെത്തി നോക്കുമ്പോൾ ഫുള്ള് ബ്ലോക്കാട്ടോ. നബിദിനത്തിൻ്റെ പരിപാടികളും അതിൻ്റെ കൂടെ ഓണപ്പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുമല്ലോ. അതുകൊണ്ട് മെല്ലെ ഇഴഞ്ഞാണ് നമ്മൾ ടൗണിൽ കൂടെ ഒന്ന് അപ്പുറത്തെത്തിയത് കേട്ടോ. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു, ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ അങ്ങനെ സാവധാനത്തിൽ പിന്നെ ഞങ്ങൾ പോയത് കുട്ടീൻ്റെ മുടിയൊന്ന് വെട്ടിക്കണമായിരുന്നു, അനിയത്തീൻ്റെ മോൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയി. അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരിപാടികളും എല്ലാം ഒരുമിച്ചായതുകൊണ്ട്, ഓണം നബിദിനൊക്കെ ഒരുമിച്ചായതുകൊണ്ട് എല്ലാവരുടെയും കുറച്ച് തിരക്കാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഓൻ്റെ മുടിയൊക്കെ വെട്ടിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് തല ഇറങ്ങാൻ തുടങ്ങി കേട്ടോ, വിശന്നിട്ട്. പിന്നെ അവിടെ പോയപ്പോഴാണെങ്കിലും അപ്പോഴും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, ഇന്ന് ഞങ്ങൾക്ക് ഫുള്ള് വെയിറ്റിങ്ങിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയും വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ടേബിൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും വെറും ചോറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആങ്ങള ബിരിയാണിയാണ് കേട്ടോ. കാരണം ഞാൻ വെറും ചോറ് സാധാരണ ഹോട്ടലിലൊന്നും പോയാൽ വാങ്ങാറില്ല, കാരണം വീട്ടിൽ നിന്ന് തന്നെയല്ലേ കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. പക്ഷേ ഇന്ന് ഞാൻ വെറും ചോറാണ് കേട്ടോ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ആദ്യം അച്ചാറും മുളകും ചോറും പിന്നെ എന്തോ ഒരു കൂട്ടുകറിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഈ അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം മുറിച്ചിട്ട് അച്ചാറിട്ട പോലത്തെ ഒരു അച്ചാറായിരുന്നു. പിന്നെ എന്തോ ഈ ചള്ളാസ് എന്തിനാണ് കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ബിരിയാണീൻ്റെ കൂടെ കഴിക്കുന്നതല്ലേ, അത് ഞാൻ കഴിച്ചുമില്ല കേട്ടോ. പിന്നെ സാമ്പാർ വന്നു, മീൻ കറി വന്നു. മീൻ കറിയിൽ മീനൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുടംപുളി ഉണ്ടായിരുന്നു കേട്ടോ. കുടംപുളിക്കൊക്കെ എന്താ ഡിമാൻഡ്, പക്ഷെ അതുണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മീൻ പൊരിച്ചതൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നേ. പപ്പടം ഒന്നല്ല 2 പ്രാവശ്യം വാങ്ങി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കിടിലം പായസം തന്നിട്ടോ, ഒരു രണ്ടാമത് വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ആങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി. ഓൻ്റെ മനസ്സിലൊരു കളർ ഉണ്ടായിരുന്നു, അതവിടെ പറഞ്ഞു. കുറേ നേരം ഞങ്ങൾ അത് ചെക്ക് ചെയ്തു, പക്ഷേ അത് കിട്ടിയില്ല. സെയിം കളർ ഉണ്ടായിരുന്നു, പക്ഷേ സൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം, കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇടങ്ങാറാവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ടൗണിൽ നിന്ന് എന്താക്കി ഓട്ടോയും കയറി എൻ്റെ വീട്ടിലേക്ക് വന്ന് ഓനങ്ങ് നേരെ കൊണ്ടാക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അനൂക്കാൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇന്ന് നബിദിനത്തിനുള്ള ചോറുണ്ട് നമ്മളെ പള്ളിയിൽ, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. സത്യം പറഞ്ഞാൽ എന്തൊക്കെ നെയ്ച്ചോറും ബിരിയാണിയും എന്തൊക്കെ നമ്മൾ കഴിച്ചാൽ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറിൻ്റെയും കറീൻ്റെയും അത്ര ആവില്ല കേട്ടോ. നമ്മളതിനെ എങ്ങനെ വെച്ചാലും ഈ ഒരു കറീൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഈ ചോറിൻ്റെ ടേസ്റ്റോ വേറെ ഒന്നിനും കിട്ടില്ല. ഇനിയിപ്പോൾ ചോറ് സെറ്റായാൽ തന്നെ കറി ഒരിക്കലും സെറ്റാവലില്ല കേട്ടോ. അതൊരു ഭയങ്കര ഇതാണ്. വയറ് ഫുള്ള് നിറഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ള ആശ്വാസത്തിൽ അത്രയും